കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഓടി സ്ഥലങ്ങളിലേക്ക് എത്തും. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവലിംഗ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി ഡെവലപ്പായിട്ട് വന്നത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള നമ്മുടെ വീഡിയോസൊക്കെ കിടുവായിരിക്കും, പൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സൈക്കിൾ യാത്രയാണ്. അത് ബാക്കിൽ സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നിറം ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്കാണ്. അതുപോലെ തന്നെ ആ ഒരു കോളേജിൽ തന്നെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിറം, പിന്നെ 2020, പിന്നെ അതുപോലെ തന്നെ കുറച്ച് 2-3 സിനിമകളുണ്ട്, പുതിയ മുഖം. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓടി സ്ഥലങ്ങളിലേക്ക് എത്താം. കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ മെല്ലെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. വെള്ളം എടുത്തിട്ടില്ല, വെള്ളം എടുക്കണം. വെള്ളം എടുക്കുക, പിന്നെ നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഓക്കെ, ക്യാമറ കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് കറക്റ്റ് ഐ തിങ്ക്. ഹെൽമെറ്റും ക്യാമറയൊക്കെ വെച്ചോണ്ട് കുറച്ച് വെള്ളം തരുമോ? അല്ല, കുളിക്കാൻ ഇതിന് മതി. എടുത്തുണ്ട്, കിട്ടി. അപ്പോൾ നമ്മളിതേ വീട്ടിൽ നിന്ന് ചെറിയ കുപ്പി വെള്ളമൊക്കെ എടുത്തു. പുറത്തുനിന്ന് കഴിക്കുന്നതൊന്നും ഇപ്പോൾ എന്തായാലും കുടിക്കുന്നതൊന്നും സേഫല്ല. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്യാം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇളകി പോവാതിരുന്നാൽ മതി. കാരണം 2 ദിവസം മുമ്പ് ഇങ്ങനെ പുറത്ത് പോയപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഗിയർ സെറ്റപ്പൊക്കെ കറക്റ്റാണ്. ഇനി റൈറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ പോകുന്നത് ഇരിഞ്ഞാലക്കുടയ്ക്കാണ്. ഇരിഞ്ഞാലക്കുടയ്ക്ക് വിടാം കേട്ടോ. ഒരു മുമ്പ് ഫോണൊക്കെ ഇല്ലാതെ, അല്ലെങ്കിൽ പിന്നെ ഫോണൊക്കെ തകർന്നു പോകും. നമ്മളിങ്ങനെ ഇരിഞ്ഞാലക്കുടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ നേർക്കുള്ള വഴി കേട്ടോ. നല്ല സ്ഥലമാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സൈക്കിളിൽ പറന്ന് കയറും, നമ്മുടെ പ്രശ്നമില്ല. ഇപ്പോൾ നമ്മൾ പോകൊണ്ടിരിക്കുന്നത് ശരിക്കൊരു മെയിൻ റോഡിൽ കൂടെ അല്ല കേട്ടോ, ഒരു ഊട് വഴിക്കൂടെയാണ്. കാരണം മറ്റവിടെ ഭയങ്കര ട്രാഫിക്കൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഊട് വഴിക്കൂടെയാണ്. ഊട് വഴി എന്ന് പറയാൻ പറ്റില്ല, ഇതിൽ കൂടെ വണ്ടികളൊക്കെ പോകാറുണ്ട്, ചെറിയ വണ്ടികളൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്, ഒരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ വഴിക്കൂടെ പോയി നമുക്ക് പെട്ടെന്ന് ആ സ്ഥലം പിടിക്കാമല്ലോ. വെറുതെ ഇങ്ങനെ വൈകുന്നേരമാക്കാൻ നിൽക്കണേ എന്ന് കരുതിയിട്ടാണ് ഈ വഴിക്കൂടെ ഞാൻ എടുത്തത്. കയറ്റം കയറി വിളിക്കും പട്ടിയല്ലോ. ഗീറൊക്കെ ഇട്ടിട്ടേ ഇവിടെ മൊത്തം വളവും തിരിവൊക്കെ. ഇവിടെ നല്ല, കാരണം ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പാടങ്ങളും അതുപോലെ ചെറിയ തോടുകളും അരികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. സ്ട്രെയിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമ്പോണ്ടോ, നോക്കൂ എന്ത് മനോഹരമായ പാടം. ഇതേപോലെയാണ് മിക്ക സ്ഥലങ്ങളും. എല്ലാവരും ഇങ്ങനെ ഈ തോടുകളിൽ കൂടെ പോയി കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളും ഇങ്ങനെ ഒരു പാടവും സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതാണ് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേഗം അങ്ങോട്ട് എത്താട്ടോ. ചിലപ്പോൾ സംസാരിച്ച് നിന്ന് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ വൈകി പോകും. അതുകൊണ്ട് നമുക്ക് വേഗം ചടപടേനെ ചവിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒന്ന് നമുക്ക് വേഗം കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിൽ കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കൂടൽമാണിക്യ ക്ഷേത്രം. അതും ഭയങ്കര ഫേമസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതും ഒന്ന് പറ്റുവാണെങ്കിൽ നമുക്കതും കാണാം. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട്
വിട്ടാലോ? വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ അയ്യോ പറഞ്ഞു അവിടെ എത്തിയില്ലല്ലോ. നമുക്ക് വേഗം അങ്ങോട്ട് പോകാൻ പോകണം. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതായത് ഇരിഞ്ഞാലക്കുട എത്തിയാണ്. നമ്മുടെ പുറകിൽ കാണുന്ന കോളേജ് ഉണ്ടല്ലോ, ആ കോളേജിലാണ് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അതായത് ജോസേട്ടൻ പൂരം ഇല്ലെന്ന് തോന്നുന്നു. ജോസേട്ടൻ പൂരം ഇവിടെ എവിടെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഈ കോളേജിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ 2020 പുതിയ മുഖം, പിന്നെ അതേപോലെ തന്നെ നിറം എവർഗ്രീൻ മൂവിയാണ്. നിറം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചാക്കോ അവൻ്റെയൊക്കെ ഹിറ്റ് പടങ്ങളിലെ ആശാൻ്റെ ഹിറ്റ് പടങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്ത കോളേജും സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഇവിടെ നിന്നിട്ടുണ്ട്, ഈ ഭാഗത്ത് നിന്നിട്ടാണ് കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്ഥലമാണ്. എന്താ പറയുക, ജോസേട്ടൻപുരം എന്നാണ് എപ്പോഴും പറഞ്ഞത്. ശരിക്കും ജോസേട്ടൻപുരം അല്ല, അങ്ങനെ കുറേ സിനിമകൾ നടന്നിട്ടുണ്ട്, ഇവിടെ ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട്. പുതിയ മുഖം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ 2020 എൻ്റർ ചെയ്ത് ആ കോടതിക്ക് വരുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഈ ഒരു കോളേജിൻ്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഭയങ്കര ഇവിടെ പഠിക്കാമെന്ന് ഇരിഞ്ഞാലക്കുടയിൽ വന്നിട്ട് ഇവിടെ പഠിക്കാമെന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. കാരണം ഇരിഞ്ഞാലക്കുടയിൽ ഈ ഒരു ബെസ്റ്റ് കോളേജിൽ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ ഷൂട്ടിംഗ് കാണും. ചില സമയത്ത് ഇത് കോടതിയായിരിക്കും, അതേപോലെ ചില സമയത്ത് കോളേജായിട്ടും അങ്ങനെ ഇഷ്ടംപോലെ മൂവീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോളേജിന് മുമ്പിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് റോഡ് ക്രോസ് ചെയ്യും, വണ്ടിയൊക്കെ വന്നു എനിക്ക് പടയെ കിടക്കണ്ട. അങ്ങനെ ഇഷ്ടംപോലെ മൂവീസ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അടിപൊളി കോളേജുമാണ്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ലക്ക് വേണമെന്നൊക്കെ പറയില്ല, നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കിട്ടുള്ളൂ. അത്രയും ക്വാളിറ്റിയും അത്രയും ഉണ്ട്. അതേപോലെ തന്നെ ഇതും പല രാഷ്ട്രീയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് താനും. അത്രയും നല്ലൊരു കോളേജാണ്. അതേപോലെ തന്നെ അത്രയും നല്ലൊരു സംഭവമേ യുഗി അതേപോലെയാണ്. ഇവിടെ കുറേ ഷൂട്ടിങ് നടന്നിട്ടില്ല ചേട്ടാ. നിറം ഏതൊക്കെ സിനിമ ഉണ്ടായിട്ടുണ്ട്? നിറം സിനിമ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവിടെ 2020 എവിടെയാണ് ഷൂട്ട് ചെയ്തത്? 2020 സിനിമ ഷൂട്ടിങ്. ഓക്കെ. പിന്നെ അതേപോലെ ഓക്കെ. ചേട്ടൻ കുറച്ച് ബിസി ആയിപ്പോയി. അപ്പോൾ അതൊന്നൊരു എന്താ പറയുക, കുറച്ച് നേരം നമ്മളൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2-3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചേട്ടൻ അവിടെ നിന്നത്. അവിടെ വന്നപ്പോൾ ആൾക്കും ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പറയുമ്പോൾ എന്താവുമെന്ന് അറിയില്ല, ചോദിച്ചു നോക്കാം, കുറച്ച് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു നോക്കാം, എന്തൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അത് നല്ലതായിരിക്കും. നമുക്ക് ഒരു ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെ പൊങ്ങി വരാമല്ലോ. താങ്ക്സ്, ബൈ. പുള്ളിയാണ് നമ്മുടെ അടുത്ത് ഈ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് പോകാനായിട്ട്. പുള്ളിയോട് ജസ്റ്റ് ഒന്ന് താങ്ക്സ് പറഞ്ഞു. അതേപോലെ തന്നെ പോകാമെന്ന് വെച്ചു. ഇനിയിപ്പോൾ കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോൻ്റെ വീടാണ്. ടോവിനോൻ്റെ വീട് ഇവിടെ ഉള്ളത്. അപ്പോൾ ടോവിനോൻ്റെ വീട് ആ വഴിക്കൂടെ പോവാം. വഴിയൊന്നും കാണിച്ചു തരാൻ പാടില്ല ശരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായിരിക്കും. പിന്നെ പുള്ളി ഒരു ഇൻ്റർവ്യൂ ചെയ്ത സ്ഥലമുണ്ട്, നിങ്ങൾ കണ്ടോ? പുള്ളി സൈക്കിളിങ്ങിലൊക്കെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്ത സ്ഥലമുണ്ട്. അതും ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ കാണുന്നത് മാപ്രാണം ഭാഗത്താണ് ആ ഒരു സിനിമ മൂവിയൊക്കെ ആ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്ത സ്ഥലം. അപ്പോൾ അത് നമുക്കൊന്ന് നാളെ കാണാൻ പോകാം. സൂപ്പർ സ്ഥലമാണ് ശരിക്കും. ഒരു ഓഫ് റോഡൊക്കെ പോകാൻ പറ്റിയ പോലത്തെ, അപ്പുറത്തൊരു പാടം, ഇപ്പുറത്ത് വെള്ളം, ഒരു 2 തോട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു മണ്ണിട്ട വഴി. ശരിക്കും ഒരു ഓഫ് റോഡ് ഫീലിംഗ് ഉണ്ടാവും. അത്രയും കിടുവായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പോകാം. ഇപ്പോൾ ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ വഴി കൂടെ പോകാം. വലിയ സമയമായിട്ടില്ല, നമുക്ക് ആ വഴി കൂടെ അപ്പോൾ എന്തായാലും പറ്റുവാണെങ്കിൽ പാസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ടോവിനോൻ്റെ വീടൊക്കെ കണ്ടിട്ട് നമുക്ക് തകർക്കാം. എങ്ങനെയുണ്ട്? നമുക്ക് എന്തായാലും പോയാലോ. ഞാൻ ആ ചേട്ടൻ്റെ അടുത്തേ പേരൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് പറ്റില്ല, പേരൊന്നും ചോദിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിച്ചു പോകാതിരുന്നത്. നമുക്ക് നേരെ പോകാം. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ടോവിനോൻ്റെ വീടിൻ്റെ വഴിക്കോടെ അല്ല, ടോവിനോൻ്റെ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പറ്റുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. മീൻസ് ആളെ കാണാൻ പറ്റുമല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തായാലും ആ വഴിക്കൂടെ പോവാം. ജസ്റ്റ് ഒന്ന് നോക്കാം. പുറകിൽ ബസ്സൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫസ്റ്റൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് മൊബൈലിലാണ്. എനിക്കറിയാലോ, അപ്പോൾ ഫീസ് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ മൊബൈലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൈ പിടിച്ച് പോയി കഴിഞ്ഞാൽ മൊബൈലൊക്കെ വീണാൽ പിന്നെ വേറെ മൊബൈൽ കിട്ടണമെങ്കിൽ പാടാണ്. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ ഗോപ്രോക്ക് മേടിച്ച് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പിടയ്ക്കാം. പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. നേരത്തെ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് അവിടുത്തെ മീൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളും സംഭവങ്ങളൊക്കെ വരണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കൊരു പേടി, ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ കാരണം കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടല്ലോ. അതെന്നാലും
ചേട്ടാ ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടി വന്നു, ആൾ വന്നു കേട്ടോ. പേർക്ക് ചോദിക്കായിരുന്നു, ആദ്യം തന്നെ പേര് ചോദിക്കായിരുന്നു. പേര് ചോദിക്കാൻ വിട്ടുപോയി. അത് ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് ഇങ്ങനെ വീഡിയോ മുമ്പ് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ കാരണം പേരൊക്കെ വിട്ടത്. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് വിടാം, ആട്ടോ പിന്നെ വീണ്ടും ഒടുക്കി വിടാം, തർക്കലം. അപ്പോൾ ഈ ഒരു റൂട്ടാണ് ടോവിനോൻ്റെ വീട്. ജസ്റ്റ് ഒരു വളവും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടാണ് ടോവിനോൻ്റെ വീട് കേട്ടോ. ആ നേരെ കാണുന്ന വീടാണ് ടോവിനോൻ്റെ വീട്. ഷോടി ഇപ്പോൾ നേരെ കയറിയപ്പോൾ സ്പിറ്റായി പോയി. തൊട്ടടുത്ത വീട്ടുകാർക്കൊക്കെ സൂപ്പറായിട്ട് കാണാൻ പറ്റും, നമുക്ക് മാത്രമേ കാണാൻ പറ്റാത്തുള്ളൂ. അതാണ് ടോവിനോൻ്റെ വീട്. അവിടെ സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്, വെറുതെ തെറിയാക്കണ്ട. അപ്പോൾ ഇനി നമുക്കൊന്ന് ചവിട്ടി വീട്ടിലേക്ക് വിട്ടാലോ? എങ്ങനെയുണ്ടാവും? കിടുമായിരിക്കില്ലേ? ഇത് ജസ്റ്റ് ഒന്ന് ഗോപ്രോ ടെസ്റ്റിങ് കൂടിയാണ്. ടെസ്റ്റിങ് ഇത് നടക്കുമോ, വീഡിയോ പെടായിട്ട് വരുമോ എന്നില്ല എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിങ് മാത്രമായിട്ട് കണ്ടാൽ മതി ഈ വീഡിയോ. ഈ മൗണ്ട് വെച്ചിട്ടേ ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര ഒരു മനസ്സിലൊരു പേടി. ശരിക്കും ഇത് ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് മനസ്സിൽ നല്ലൊരു പേടി. ഇതെങ്ങനെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്ത് പോകണമെന്നൊന്നും അറിയാണ്ട് ആ ഒരു ടെൻഷനുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടാണ് ഈ ഗോപ്രോ വെച്ചൊക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇറങ്ങണത്. ആദ്യം മൊബൈൽ വെച്ചായിരുന്നു. അപ്പോൾ മൊബൈൽ വെച്ചാവുമ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് അവിടെ പോവാം, അവിടുന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് നൈസായിട്ട് അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുക, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇത് സാധനം വെച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു ഇത് കെയർ ചെയ്യണം എന്നുള്ളൊരു പേടി മനസ്സിലുണ്ടാവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലോ എന്ന് എനിക്കറിയില്ല. പറ്റിയെന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് വീട്ടിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയുണ്ട്, പിടിക്കുന്നുണ്ടോയെന്ന്. പിടിക്കുന്നുണ്ടാവാൻ വഴിയില്ല. പക്ഷേ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ കുറച്ചും കൂടി ഉള്ളൊരു സംസാരം കിട്ടുമായിരുന്നെങ്കിൽ പൊരിച്ച എൻ്റെ അമ്മ കിട്ടുമായിരുന്നെങ്കിൽ കിട്ടിക്കാനാണ്, പൊളിക്കായിരുന്നു. അതാണ് എനിക്ക് ടോവിനോൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തില്ലെങ്കിലും പുള്ളിയുടെ കുറച്ചും കൂടി നേരം സംസാരം ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി തള്ളി മറയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് തള്ളായിരുന്നു പുള്ളിയുടെ. ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് അതാണ് കുറേ തള്ളായിരുന്നു. പാവം ചേട്ടന് ഇത്തിരി പേടിയുണ്ടായിരുന്നു കേട്ടോ. കുറേ അവിടുത്തെ സാർമാരൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പറയുമെന്ന്. അതുകൊണ്ടാണ് പുള്ളി പോകാതെ വന്നത്. വണ്ടി തന്നെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നല്ല തെങ്ങിൻ്റെ അവിടേക്ക് എടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക് പഠിക്കാം. അധികം എവിടെയും വെയിറ്റ് ചെയ്യണ്ട. പറ്റുകയാണെങ്കിൽ ഞങ്ങൾ മോർണിംഗ് റൈഡ് വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ നല്ല അടിപൊളി കാപ്പിയും അടയും കഴിക്കുന്ന സ്ഥലമുണ്ട്. അവിടെയും പോയിട്ട് വന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കാം, ഒരു ചായ കുടിച്ച്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാം. നോക്കാം വഴിയെ എന്തായാലും ഉണ്ടല്ലോ. എന്തായാലും നമുക്ക് വീഡിയോ അങ്ങ് നേരെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അത് ഗോപ്രോൻ്റെ ടെസ്റ്റിംഗ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ജസ്റ്റ് സൈക്കിൾ വെച്ച് പോയി കൈ പിടിച്ച് പോകുമ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്, വീണാലോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അതിപ്പോൾ എന്തായാലും ഈ സമയത്ത് എന്തായാലും മാറി കിട്ടി. ഒരു പ്രാവശ്യം പോയി തിരിച്ചു വന്ന് പഠിക്കാൻ ആ സംഭവങ്ങളൊക്കെ കിട്ടി. പിന്നെ അടുത്തൊരു വീഡിയോ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പെടച്ചിടുക, കുറച്ചും കൂടി സെറ്റപ്പാക്കി എടുക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.